ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിലേക്കേറെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഇന്നും ഒരു പ്രഭാതം 3 മണി നേരം കൽപ്പറ്റയിലെ പിയോഫോൺ ധ്യാന കേന്ദ്രം, അവിടെ കൈകെട്ടി ഈശോ നിങ്ങളെല്ലാവരെയും കാത്തിരിക്കുകയാണ്. ഈശോയ്ക്ക് ഇഷ്ടമാണ് 3 മണി നേരത്തെ വെളുപ്പിന് എല്ലാവരും ഉറങ്ങുമ്പോഴാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഉറക്കമിളച്ച് നിന്ന ഈശോയോടൊപ്പം വെളുപ്പിന് 3 മണിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്, അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. വ്യാഴാഴ്ചകളിവിടെ ധാരാളം സാക്ഷ്യങ്ങൾ നടക്കുന്നുണ്ട്. അടുത്ത വ്യാഴാഴ്ച നിനക്കും നിൻ്റെ കുടുംബത്തിനും ഒരു സാക്ഷ്യമുണ്ടാകും. എല്ലാവരും ചേർന്ന് നിന്നോളൂ. പ്രഭാതത്തിൽ ഈശോ നമുക്ക് തന്ന ഒരു വലിയ പ്രാർത്ഥന നമുക്ക് ചെയ്യണം. എല്ലാവരും ഒന്ന് ചൊല്ലിക്കോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത പങ്കാളി, മക്കളും മാതാപിതാക്കൾക്കൊക്കെ ഒരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു സ്തുതി ഒരു വലിയ അത്ഭുതമാണ്, നമ്മുടെ കുടുംബത്തെ സ്വർഗമാക്കും. ഇന്ന് നിൻ്റെ കുടുംബം അതുകൊണ്ട് തന്നെ ഒരു സ്വർഗീയ അനുഭവം ഉണ്ടാവും. അച്ഛൻ പെട്ടെന്ന് ഓർത്തത് അല്ലേ, ശിഷ്യന്മാരെ നേടാൻ വേണ്ടി ഈശോ ഗലീലയിലേക്ക് കടൽ തീരത്തേക്ക് വരുന്നതും പ്രഭാതത്തിൽ തന്നെ ഓരോരോ ശിഷ്യന്മാരെ കണ്ടെത്തുന്നതുമായിട്ടുള്ളൊരു സന്ദർഭമാണ് അല്ലേ. 12 പേരെ ഈശോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയല്ലേ കണ്ടെത്തിയത്. കൂടുതലും കടൽ തീരം, മത്സ്യത്തൊഴിലാളികൾ, കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയി മത്സ്യം പിടിച്ച് ജീവിക്കുന്നവരായിരുന്നല്ലോ ഈശോയുടെ ഒട്ടുമിക്ക ശിഷ്യന്മാരും. കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അത്ഭുതം നമുക്കറിയാം അല്ലേ. പ്രഭാതത്തിൽ വിഷമിച്ച് നിൽക്കുകയാണ് പത്രോസും കൂട്ടരും അല്ലേ. ഈശോ അവിടെയൊക്കെ മുഖത്തേക്ക് നോക്കി നന്നായിട്ട് ഉറക്കം നിന്നിട്ടുണ്ട്. അവർ എക്സ്പേർട്ട് ഫിഷർമെനാണ്. കടലിൻ്റെ ആഴവും പരപ്പും അവർക്കറിയാം, ഗതിവിഗതികളറിയാം, ഇവിടെ മീനുണ്ടെന്നറിയാം. അവർ അത്രയേറെ കടലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇന്ന് പത്രോസിൻ്റെയും കൂട്ടരുടെയും മുഖത്ത് വലിയ സന്തോഷമില്ല. മറ്റൊന്നും കൊണ്ടല്ല, രാത്രി മുഴുവൻ അധ്വാനിച്ചു, പറ്റുന്ന കഴിവെല്ലാം പ്രയോഗിച്ച് നോക്കി, ഉറക്കവിളച്ചു, അത്യധ്വാനം ചെയ്തു. പക്ഷേ വലയിലോ വഞ്ചിയിലോ ഒരു ചെറു മത്സ്യം പോലും പെട്ടില്ല. അപ്പോൾ കർത്താവിടെ മുഖത്ത് നോക്കി, അതിൻ്റെ അർത്ഥം മക്കളെ എന്താ, നിങ്ങൾ ദുഃഖിച്ച് നിൽക്കുന്നെന്നുള്ളൊരു ഭാവമാണ്. പത്രോസാണത് പറഞ്ഞത്. കർത്താവേ, രാത്രി മുഴുവൻ വലയിട്ടു, അത്യധ്വാനം ചെയ്തു, ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചു, ഒന്നും കിട്ടിയില്ല. പിന്നെ മക്കളൊരു വലിയ ആത്മീയ സത്യം അത് വെളിപ്പെടുത്തുന്നുണ്ടല്ലേ. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നീ വരുമ്പോൾ നിനക്കിന്നൊരു കെട്ടുണ്ടെങ്കിൽ നീ ആ കെട്ട് ഈശോയോട് പറയണം. അല്ല, പലരും വിചാരിക്കുന്നുണ്ട് ദൈവമല്ലേ, ദൈവത്തിന് എല്ലാം അറിയാമല്ലോ, എൻ്റെ അവസ്ഥകളെല്ലാം അറിയത്തില്ലേ, കടബാധ്യത ഉണ്ടെന്ന് അറിയത്തില്ലേ, എൻ്റെ മക്കൾ പഠനത്തിൽ പോരായ്മ ഉണ്ടെന്ന് അറിയത്തില്ലേ, എനിക്കൊരു വീടില്ലെന്ന് അറിയത്തില്ലേ, എനിക്കൊരു ജപ്തി വന്ന് കിടപ്പുണ്ട്, ദൈവത്തിന് അറിയാമല്ലോ. ദൈവത്തിനറിയാം. പക്ഷേങ്കിലും ആ ദൈവം നിന്നിൽ നിന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിൻ്റെ പരിമിതികൾ, നിൻ്റെ കഴിവുകേടുകൾ, നിനക്കിന്നുള്ള കുറവുകൾ, ഒരു പക്ഷേ ഒരു ബലഹീനതയായിരിക്കാം അല്ലേ, ഏതൊരു തഴക്കദോഷമായിരിക്കാം. മകനെ മകളെ, അത് നീശോട് പറയണം. ഒരു കുമ്പസാരത്തിൽ തന്നെ, അല്ല നീ ഇന്നലെ കുമ്പസാരിച്ചപ്പോൾ ഈ പാപം പറഞ്ഞു, വീണ്ടും ആ പാപം ചെയ്തെന്ന് വിചാരിച്ചാൽ നീ വൈദികൻ്റെ അടുത്ത് വന്നിട്ട് അതേ പാപം പറഞ്ഞോളൂ. ആദ്യം പറയുന്നത് പോലെ അല്ലേ, ദൈവത്തോട് നമ്മുടെ കഴിവുകേടുകൾ പറയണം. പത്രോസ് അതാ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അവൻ ആ കഴിവുകേടുകൾ പറയുന്നു. മാനുഷികമായി ഞങ്ങൾ ശ്രമിച്ചു, പരാജയമാണ്. ഇന്ന് നീ പലതും ശ്രമിച്ചിട്ടില്ലേ? കർത്താവിനോട് പറ. ചിലതൊക്കെ വിജയിച്ചു, ഒട്ടനവധി കാര്യങ്ങൾ തോറ്റുപോയി. കർത്താവിനോട് പറ. അത്ഭുതം നടക്കാൻ ഒന്ന്, നിൻ്റെ ബലഹീന കർത്താവിനോട് പറയണം. 2, വലതുവശം ചേർന്ന് വലയിടാൻ ഈശോ പറയുന്നുണ്ട് അല്ലേ. വലതുവശം ചേർന്ന് വലയിടാൻ ഈശോയിലേക്ക് വരുമ്പോൾ ഒരു മിനിമം പ്രത്യാശ ഉണ്ടായിരിക്കണം. ചില മക്കളൊക്കെ ധ്യാനകേന്ദ്രത്തിൽ വരുമ്പോഴും പള്ളിയിൽ വരുമ്പോഴും പ്രാർത്ഥനാമുറിയിൽ വരുമ്പോഴും ദേ ആർ നോട്ട് ഹാപ്പി. എന്തോ നഷ്ടപ്പെട്ട പോലെ മുഖത്ത് നോക്കും പറയും, അവർക്കൊരു പ്രത്യാശയില്ല. കാരണം ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പോയി പലതും കിട്ടിയില്ല. ഒരച്ഛൻ പറഞ്ഞ് ആ പള്ളിയിൽ പോകാൻ പറഞ്ഞ് അവിടെ പോയി, മറ്റൊരച്ഛൻ പറഞ്ഞ് ഈ പള്ളിയിൽ പോകാൻ പറഞ്ഞ് ഇവിടെ പോയി, പക്ഷെ ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഈ മുഖം ഇങ്ങനെ വക്രിച്ചിരിക്കുന്നത്.
പ്രത്യാശ. ഈശോ അടുത്ത് വരുമ്പോൾ പ്രത്യാശ ഉണ്ടാകണം. അതാണ് വലതുവശം. പത്രോസിനും കൂട്ടർക്കും അതില്ലായിരുന്നു. രാത്രി മുഴുവൻ എന്തേലും കിട്ടുമെന്ന് വിചാരിച്ചാണ് ഈ പണിയെല്ലാം ചെയ്തത്. പക്ഷെ ഒന്നും വർക്കൗട്ടായില്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ നന്നായി പഠിച്ചു, റിസൾട്ടിൽ തോറ്റുപോയി, നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ? ഈശോ പറയുന്നതാണ്, അങ്ങനെ തന്നെ ഇരിക്കണം. എന്നിൽ വിശ്വസിക്കാൻ പ്രത്യാശയോടെ ഇരിക്കണം. അതുകൊണ്ട് ആ വലതുവശം ചേർന്നൊന്ന് വലയിടാവോ അല്ലേ? പ്രത്യാശ ഉണ്ടാകണം. ഒരു അത്ഭുതം നടക്കാൻ നിന്നിൽ തന്നെ വിശ്വാസം ഉണ്ടാകണം, പ്രത്യാശ ഉണ്ടാകണം. മൂന്നാമത് ഈശോ അവരോട് പറയുന്നുണ്ടല്ലേ, കഷ്ടപ്പെട്ട് നിൽക്കുക. ശരീരത്തിൽ ജീവൻ്റെ അംശം വളരെ കുറവാണ്. ആകെ മനസ്സിടിഞ്ഞിരിക്കുന്നു. ശരീരം കൊണ്ടും അത്യധ്വാനം ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ് നിൽക്കുന്ന അപ്പോസ്തലന്മാരോട് ഈശോ പറയുന്നു, ട്രൈ വൺസ് അഗൈൻ, ഒന്നുകൂടെ ശ്രമിക്കും. അല്ലേ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ച് അവസാനം മടുത്തിട്ട് പിന്നെ വേണ്ട, പ്രാർത്ഥന വേണ്ട, ഇനി വേണ്ട, ഇനി പള്ളിയിൽ പോകണ്ട, ഇനി ദിവ്യബലി വേണ്ട, ഇനി ആരാധനയ്ക്ക് പോകണ്ട, ഇനി കുമ്പസാരിക്കണ്ട. അങ്ങനെ പറയാൻ സമയമായിട്ടില്ല. ജസ്റ്റ് വൺ മോർ ട്രയൽ. അതാണ് അത്ഭുതം. നമ്മൾ പരാജയപ്പെടുത്തുന്നിടത്ത് ഒരു ശക്തി, കർത്താവേ നീ പറയുന്നത് കൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടെ വലയിടാം. ഒരു മഹാത്ഭുതത്തിൻ്റെ തൊട്ട് മുമ്പുള്ള നിമിഷമാണ് നിങ്ങൾ മറക്കരുത്. പിന്നെ കാണുന്നത് എന്താണ്? വള്ളം നിറയെ, വല നിറയെ മീൻ കുടുങ്ങി. അവിടെ വള്ളത്തിന് താങ്ങാൻ പറ്റുന്നില്ല, അവിടെ വലയ്ക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കൂട്ടുകാരെയൊക്കെ വിളിച്ചു, കൈകൊട്ടി വിളിച്ചു, വന്ന് നിങ്ങൾ നിറയ്ക്ക്, ഞങ്ങളെ വള്ളം നിറഞ്ഞു കവിഞ്ഞു. എന്തൊരു അത്ഭുതമാണ് നടന്നത് അല്ലേ? 3 കാര്യങ്ങൾ സംഭവിച്ചു. ബലഹീന കർത്താവിനോട് വിളിച്ചു പറയണം, വലതുവശം ചേർന്ന് പ്രത്യാശയുടെ വല വീശാൻ പഠിക്കണം. ഒരിക്കൽ കൂടെ എല്ലാ ശ്രമവും പരാജയപ്പെടുമ്പോഴും ജസ്റ്റ് വൺ മോർ, ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ട്. അതേ കയറി മുറുകെ പിടിച്ചേക്കണം, കൈകൾ കൂപ്പിപ്പിടി. ഇന്ന് നമ്മളും വന്നിരിക്കുകയാണ്. ഒരു കച്ചിത്തുരുമ്പാണ് ഈശോ, കെട്ടപ്പെട്ട ഈശോ. പല കെട്ടുകൾ നിനക്കുണ്ട്, പലരെയും നിങ്ങൾ മുട്ടി നോക്കി, അഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈശോ പറയുന്നു, നീ ഒന്ന് പ്രത്യാശയോടെ നിന്നേ. യു ട്രൈ വൺസ് അഗെയിൻ. ഈ നൊവേന ഒരിക്കൽ കൂടി നീ ഒന്ന് ഏറ്റെടുത്തേ, സന്തോഷത്തോടെ ഏറ്റെടുത്തേ. കൈകൾ നീട്ടിപ്പിടി, മുൾക്കിരീടമുള്ളെടുത്ത് അണിയ്, കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്ത്. ഇതൊക്കെ നല്ലതാണ്, ഈശോയ്ക്ക് ഇഷ്ടമാണ്. ആ ഒരു കെട്ട് ഈശോയുടെ കെട്ടിലേക്ക് വച്ചുകൊണ്ട് ചൊല്ല്, ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി, എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ. ആമേൻ. നല്ല അനുഭവമല്ലേ? ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഒപ്പം ഈശോയോട് പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച രാവിലെ കൽപ്പറ്റയിലുള്ള പിയോഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് വരും. നാളിതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞ് നിന്നെ നിൻ്റെ കുടുംബത്തെയും കർത്താവ് ഇപ്പോൾ അനുഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കും. പിയോഫോൺ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ദിവസവും ആരാധനയാണ്, ദിവ്യകാരുണ്യ ആരാധന. എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പരിശുദ്ധ ദിവ്യകാരുണ്യ തണലിൽ ഇരുന്നു കൊണ്ട് കൗൺസിലിംഗാണ്. എല്ലാ ദിവസവും ഒന്നുകൊണ്ട് ഞങ്ങൾ ഹോം മിഷൻ നടത്തുന്നു, വീട് തോറും പ്രാർത്ഥിക്കുന്നു, ഇടവക ധ്യാനങ്ങൾ നടത്തുന്നു. മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച നൈറ്റ് വിജിലുണ്ട്. എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം, മറ്റുള്ളവരെ അറിയിക്കണം. ഒപ്പം അച്ഛൻ പറഞ്ഞ ഈ അത്ഭുതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഒരു 10 പേരിലേക്ക് നിനക്ക് ഷെയർ ചെയ്യാവോ? നീ രക്ഷപ്പെടും. ചേർന്ന് നിൽക്കാവോ? കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മ ത്രിയേക ദൈവം, നിന്നെ നിൻ്റെ കുടുംബത്തെയും തൊഴിലിടങ്ങളെയും മക്കളെയും സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.